ഇഷാൻ പറയുന്നുണ്ട്. പറ ഇഷാനെ. ഹലോ ഗൈസ്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ നമ്മളിവിടെ സുഖമായിരിക്കുന്നു. നമ്മളെല്ലാവരും ഉണ്ട് ഇന്ന്. കൂടെ ഇശ്വിനും ഉണ്ട്. ഇശ്വിൻ ഇന്ന് ഉറങ്ങിയിട്ടില്ല, എണീറ്റിട്ടുണ്ട്. പിന്നെ എന്തൊക്കെയാണ് വിശേഷം? നമ്മളിന്ന് ഇതുപോലത്തെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്പെസിഫിക് റീസൺ ഉണ്ട്. അതെന്ന് വെച്ചാൽ നമ്മളൊരു കുഞ്ഞു ചാനലല്ലേ, നമ്മൾ തുടങ്ങിയിട്ട് ഇപ്പം അത്രേ ആയിട്ടുള്ളൂ. ഏകദേശം 2 മാസത്തിനടുത്താവുന്നേ ഉള്ളൂ നമ്മൾ ചാനൽ തുടങ്ങിയിട്ട്. അപ്പോൾ 800 സംതിങ് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അതിൽ ഒരു സന്തോഷം ഉള്ള കാര്യമുണ്ട്. അപ്പോൾ അത് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മുടെ വീഡിയോയിലേക്ക് KL8PP ഫാമിലി എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ഫാമിലി ഉണ്ട്. അപ്പോൾ ഒരു കുഞ്ഞ് ഫാമിലിയാണ്, നമ്മളെ പോലത്തെ ഒരു കുഞ്ഞ് ഫാമിലിയാണ്. അപ്പോൾ നല്ലൊരു രസമുള്ള ഒരു ഫാമിലി വീഡിയോസാണ് അവരും കൂടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർക്ക് ഏകദേശം 2,98,000 സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു യൂട്യൂബേഴ്സാണ്. അപ്പോൾ അവർ നമ്മളെ വീഡിയോയിലേക്ക് വന്നിട്ട് നമ്മളെ വീഡിയോയിലേക്ക് കമൻറ്റ് ചെയ്ത് അത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. കാരണം വെച്ചാൽ അത്രയും സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനലിലെ ആൾക്കാർ നമ്മളെ ഒരു കുഞ്ഞു ചാനലിനെ കണ്ട് അതിലേക്ക് ഒരു കമൻറ്റ് അയക്കുന്നു എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചുള്ളതൊരു വലിയൊരു കാര്യമാണ്. അപ്പോൾ അത് ശരിക്കും ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ശരിക്കും ഈ വീഡിയോ ചെയ്യാൻ നമ്മൾ ലേറ്റായി പോയി. അപ്പോൾ അത് എൻ്റെ ഒരു സ്ക്രീൻഷോട്ട് ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ അവർക്ക് ഒരുപാട് നന്ദിയുണ്ട്. എന്തായാലും നമ്മളെ പോലത്തെ ഒരു ചാനലിൽ കയറിയിട്ട് കമൻറ്റ് ചെയ്തല്ലോ. അപ്പോൾ അവർ നമ്മളെ ചാനലിൽ കാണുന്നുണ്ട് പറയുന്നതാണ് നമ്മളെ ഒരു സക്സസ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഒരുപാട് നന്ദിയുണ്ട് നിങ്ങൾക്ക്. അതുപോലെ തന്നെ നമ്മളെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത ഒരുപാട് ആൾക്കാരുണ്ട്. ഒരുപാട് കമൻസുകൾ ചെയ്യുന്നുണ്ട്. ഇശ്വിനെ ആണെങ്കിലും മക്കളെ ആണെങ്കിലും ഒരുപാട് സപ്പോർട്ട് ചെയ്ത് നമ്മളെ കൂടെ നിൽക്കുന്ന ഒരു ഫാമിലി പോലെയുള്ള കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ സാധാരണയായിട്ട് വീഡിയോ കണ്ടുപോകുന്ന ആൾക്കാരും ഉണ്ട്, ലൈക്ക് അടിക്കുന്ന ആൾക്കാരുണ്ട്, അതുപോലെ ഡിസ്ലൈക്ക് അടിക്കുന്ന ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്തിട്ട് നമ്മളെ കൂടെ നിൽക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും നന്ദിയാണ്. അതുപോലെ തന്നെ പിന്നെയും പറയുന്നത് ഡിസ്ലൈക്ക് അടിക്കുന്ന ആൾക്കാരോട്. കാരണം വെച്ചാൽ അവർ ഡിസ്ലൈക്ക് അടിക്കണം എന്നാണ് എൻ്റെ ഒരു ഇത്. എന്താണെന്ന് വെച്ചാൽ ഒരു നെഗറ്റീവ് ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. നമുക്ക് ആരെങ്കിലും നമ്മളോട് എന്തെങ്കിലും നെഗറ്റീവ് കാണിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ലൈഫിൽ നമ്മൾ ഇനിയും എന്തെങ്കിലും ചെയ്യണം, നല്ല രീതിയിൽ. അതുകൊണ്ടാണല്ലോ ഡിസ്ലൈക്ക് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഡിസ്ലൈക്ക് അടിക്കുന്ന ചേട്ടന്മാർക്ക് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ പറ്റുമല്ലോ. ഞങ്ങൾ ചെയ്യുന്ന വീഡിയോകളിൽ എന്തോ പോരായ്മകളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് അറിയാം. അല്ലാതെ ഈ ഡിസ്ലൈക്ക് കൂടെയാണ് ഞങ്ങൾ കുറച്ചും കൂടി നോക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ആദ്യം ഞങ്ങൾ ഡിസ്ലൈക്ക് എത്ര ഉണ്ട് നോക്കില്ല, പണ്ട് എത്ര സബ്സ്ക്രൈബർ ഉണ്ട്, എത്ര ലൈക്ക് ഉണ്ടെന്ന് നോക്കിയിട്ടുണ്ട്. ഇപ്പൊ അതല്ല, ഇപ്പൊ എത്ര ഡിസ്ലൈക്ക് ഉണ്ടെന്ന് നോക്കിയിട്ടാണ് ഞങ്ങൾ വീഡിയോ. കാരണം വെച്ചാൽ ഒരാൾ ഡിസ്ലൈക്ക് അടിക്കുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ നമുക്ക് വിഷമാണ്, നമ്മളെ സംബന്ധിച്ചുള്ളത് വിഷമമുള്ള കാര്യമാണ്. പക്ഷെ നമ്മളത് പോസിറ്റീവായിട്ട് എടുക്കുന്നത്. കാരണം വെച്ചാൽ അവര് ഡിസ്ലൈക്ക് അടിക്കുമ്പോഴാണ് നമുക്ക് അതിന് കൂടി മാറ്റങ്ങൾ കൊണ്ടുവരണം, ഇനി എന്തെങ്കിലും നമുക്ക് ചെയ്യണമെന്ന് തോന്നുന്നത് അവര് ഡിസ്ലൈക്ക് അടിക്കുമ്പോഴാണ്. അപ്പൊ അതുകൊണ്ട് ഡിസ്ലൈക്ക് അടിക്കുന്ന ആൾക്കാരോട് നമുക്കിപ്പോ വിഷമമൊന്നുമില്ല, സന്തോഷം ഇതുപോലെ തന്നെ ഡിസ്ലൈക്ക് അടിക്കണം. കാരണം വെച്ചാല് എന്നും നല്ല കാര്യങ്ങൾ മാത്രമല്ല പറയേണ്ടത്, നെഗറ്റീവ്സും കൂടി പറയണം. നമ്മൾ ഒരാളെ നെഗറ്റീവും കൂടി പറയുമ്പോഴാണ് അപ്പൊ നെഗറ്റീവ് ഉള്ള ആൾക്ക് മാത്രമേ ഒരു പോസിറ്റീവ് കണ്ടെത്താൻ പറ്റുമെന്നാണ്. നമ്മളൊരു ചെറിയ ചാനലാണ്, ഇങ്ങനെ തുടങ്ങി പോവാ. ഒരുപാട് പോരായ്മകൾ ഉണ്ട് നമ്മുടെ ചാനലിൽ നിന്ന് നമുക്കറിയാം. കാരണം വെച്ചാൽ ഒന്നാമത്തത് മൊബൈലിലെ നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് ക്ലാരിറ്റിയും പിന്നെ അതുപോലെ തന്നെ പിള്ളേരും ഇതൊക്കെ വെച്ച് എല്ലാ കാര്യങ്ങളും വീട്ടുജോലി ഇതിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ ഈ ഷൂട്ട് ഇങ്ങനെ നടത്തി പോകുന്നത്. പിന്നെ എഡിറ്റിങ് കാര്യങ്ങൾ നമ്മൾ തന്നെയാണ് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അല്ലാണ്ട് അതിൻ്റെ ഒരു പോരായ്മകൾ അവിടെ എന്തായാലും ഉണ്ടാവും. അപ്പോൾ എന്തായാലും അതിനെല്ലാത്തിനും കൂടി സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. അപ്പോൾ എന്തായാലും ഒരു പോസിറ്റീവ് ഉള്ളവിടെ നെഗറ്റീവ് ഉണ്ടാവും, നെഗറ്റീവ് ഉള്ളവിടെ പോസിറ്റീവ് ഉണ്ടാവും. അതുകൊണ്ട് അതിലൊരു വിഷമ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. പിന്നെ വേറെ നമ്മൾ പറയാൻ ഉദ്ദേശിച്ച കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേകമായിട്ട് ഇനിയിപ്പോൾ പറയാൻ വേറെ കാര്യങ്ങളൊന്നും ഇല്ല എന്ന് വിശ്വസിക്കുന്നു. ഇനി എന്തായാലും 1000 സബ്സ്ക്രൈബേഴ്സ് ആവട്ടെ. അപ്പോൾ അടുത്ത ഒരു വീഡിയോ 1000 സബ്സ്ക്രൈബർ ആയിട്ട് നമുക്ക് ചെയ്യാം. പിന്നെ വലിയ രീതിയിൽ ഇപ്പോൾ എന്താ പറയുക ഇങ്ങനെ പോകും. ഇത്രയും പറയാനില്ല, ഇനിയിപ്പോൾ വേറൊന്നും പറയാനില്ല. എനിക്ക് ഇത്രയും പറയാനില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിലും പറയാം. ഇഷയ്ക്ക് പറയുമ്പോൾ നമ്മുടെ ചാനൽ കണ്ടോണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ തന്നെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കും. സപ്പോർട്ട് ചെയ്യണം, അതുപോലെ തന്നെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകണം എന്നുള്ളൊരു ആഗ്രഹമാണ്. കഴിയാവുന്നിടത്തോളം പരമാവധി നന്നാക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ അജിത് പറഞ്ഞ മാതിരി
ഈ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ ജോലിപരമായിട്ടും ഇതായിട്ട് കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളും തിരക്കും സംഗതികളൊക്കെയാണ്. പിന്നെ മോന് ചെറിയ ആൾ അതിൻ്റെ അത്ര ആയിട്ടില്ല, 6 മാസം ആവുന്നേ ഉള്ളൂ. അപ്പോൾ അയാളുടെ കാര്യങ്ങൾ കുറച്ച് നോക്കണം. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ ചെറിയൊരു ഗ്യാപ്പ് കിട്ടുമ്പോൾ ഒരു ചെയ്യുന്നതാണ് വീഡിയോസുകൾ. പ്രത്യേകമായിട്ട് സമയം മാറ്റി വെക്കാൻ കഴിയുന്നില്ല, അത്ര ആ ഒരു സങ്കടം കൂടി ഉണ്ട്. ഇന്നിപ്പോൾ സൺഡേ ആയതുകൊണ്ട് പല കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇയാൾ ഉറങ്ങിയിട്ടില്ല, ഇയാൾ ഉറക്കത്തിൻ്റെ മൈലേജൊക്കെ കുറഞ്ഞു വരിക. ആദ്യമൊക്കെ 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ എങ്ങനെയെങ്കിലും കുറഞ്ഞത് ആളിപ്പോൾ ഏറി വന്നാൽ ഒരു 15 മിനിറ്റ് ഉറങ്ങും. അത് കഴിഞ്ഞ് എണീറ്റ് മാന്തു കണ്ടില്ലേ. ഇപ്പോഴും തന്നെ അവർക്ക് ഉറങ്ങിയിട്ടില്ല. ഈ കളിക്കണം, അത് ഇവിടെ കളിച്ചാൽ പറയുന്നു. ഡിഗ്രി ഇവിടെ ഫുള്ള് കരഞ്ഞാണ് പാപ്പം. അപ്പോൾ അതിൻ്റെ ഒക്കെ കുറച്ച് ബുദ്ധിമുട്ട് വേണ്ടി അങ്ങനെ 2 ആൾ പിന്നെ സ്കൂളിൽ പഠിക്കുന്ന കാര്യങ്ങളുണ്ട്. മോന് എവിടെ ആക്കാനായിട്ട് അംഗനവാടി ഉണ്ട്, അംഗനവാടി പോകുന്നുണ്ട്. സുഖപ്രദേശമായിട്ട് അംഗനവാടി പോകാൻ പറ്റുന്നില്ല. മോള് ഡാൻസ് ക്ലാസ് പോയിനു. ആക്ച്വലി സാറ്റർഡേ സൺഡേ നമ്മൾ ഇവിടെ നമ്മുടെ ഫേമസ് ഡാൻസർ ഉണ്ട് അഖിലേഷ് മാസ്റ്റർ. നമ്മളിന്ന് മോള് ഡാൻസ് പഠിക്കുമായിരുന്നു. ഇപ്പം നമ്മൾ തൽക്കാലം മോളെ ഡാൻസ് ക്ലാസ്സിന് അയക്കുന്നില്ല. കാരണം വെച്ചാൽ അയക്കാൻ പറ്റില്ല. എന്നുവെച്ചാൽ ഇവരെ ഈ കാര്യങ്ങൾ നോക്കാം, പിന്നെ മോളെ കൊണ്ടുവരാനോ പറ്റില്ല. എന്നുവെച്ചാൽ നിഷേട്ടനോ സ്ഥലത്തില്ലാതെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് ഇവരെ വെച്ച് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പം അങ്ങനെയാണ് മോളെ ഡാൻസ് ക്ലാസ് തൽക്കാലത്തേക്ക് ഇപ്പം നിർത്തി വെച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് നമ്മളെ ഫാമിലി. നമ്മൾ ഇപ്പം താമസിക്കുന്നത് കോഴിക്കോടാണ്. പിന്നെ ബേസിക്കലി അറിയാലോ, ഞാൻ കർണാടകയിലാണ്. ഇപ്പോൾ ഇവിടെയുണ്ട്. കല്യാണം കഴിഞ്ഞ ശേഷം ഇപ്പോൾ ഇവിടെയാണ്. പിന്നെ അതല്ലാതെ നമ്മളെ കുറിച്ചിട്ട് ഒരുപാട് സ്റ്റോറികളുണ്ട്. അത് നമ്മളിങ്ങനെ പതുക്കെ പറയുന്നതായിരിക്കും. ഒരുപാടെന്ന് വെച്ചാൽ ഒരുപാട് വലിയ കഥകൾ സ്റ്റോറികളുള്ള ബാക്ക്ഗ്രൗണ്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അതിനെ കുറിച്ചിട്ടെല്ലാം നമ്മൾ ഒരു ദിവസം ഇതുപോലെ തന്നെ ഓരോരോ കാര്യങ്ങൾ ഓരോരോ രീതിയിൽ പറയും. ഇതൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി സൺഡേ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ വരികയായിരിക്കും. എല്ലാവരും നമ്മളെ ചാനലിൽ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ഡിസ്ലൈക്കും ചെയ്യണം. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും ഉമ്മ ബൈ ബൈ.